ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്നും വേർപിരിയരുത്. അഥവാ വേർപിരിയുന്നെങ്കിൽ അവിവാഹിതയെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. ശേഷമുള്ളവരോട് കർത്താവല്ല, ഞാൻ തന്നെ പറയുന്നു. ഏതെങ്കിലും സഹോദരന് അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൻ അവളെ ഉപേക്ഷിക്കരുത്. ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു, എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ. പ്രൈസ് ദി ലോർഡ്. വളരെ സത്യമായ കാര്യമാണ് തിരുവചനത്തിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആയിരിക്കണം. എല്ലാം കൂടെ തികഞ്ഞ് ഒന്നും കിട്ടത്തില്ല. ഇന്നത്തെ തലമുറയൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. 2 വർഷം 1 വർഷം 3 വർഷമൊക്കെ ഒരാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തിൽ നടന്ന് ആൾക്കാരെ പഠിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു കാരണവശാലും ഒരു മനുഷ്യനും പഠിക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യനും രഹസ്യമായ ഒരു മേഖലയുണ്ട്. അത് എത്ര കൂടെ ജീവിച്ചാൽ പോലും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അത് സർവശക്തനായ കർത്താവിന് മാത്രമേ അറിയുള്ളൂ. പ്രാർത്ഥനയിലൂടെ കർത്താവ് നൽകിയതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ആ ഒരു അവസ്ഥയിലായിരിക്കണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി എന്നെ അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടി എൻ്റെ ജീവിത പങ്കാളിയും അവരുടെ കുടുംബവും എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സുവിശേഷം പറയാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നത്തെ തലമുറയൊക്കെ ആണെങ്കിൽ പണ്ടേ എന്നെ ഉപേക്ഷിച്ച് പോയേനെ. 24 വർഷം കഴിഞ്ഞപ്പോൾ 25-ാമത്തെ വർഷമായുള്ളൂ ഈശോയെ കണ്ടുമുട്ടിയിട്ട്. വയസ്സ് 63. അതുവരെയുള്ള ആ ഒരു സാഹചര്യങ്ങൾ 94 വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ ഏകദേശം ഒന്ന് നിങ്ങൾ കണക്കൂട്ടി നോക്കുക. അപ്പോൾ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ ജീവിച്ച ഒരു മകനെ ജീവിത പങ്കാളി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അതും സ്നേഹത്തോടെ, ജീവിത വഴികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം സഹനങ്ങളിലൂടെ യാത്ര ചെയ്ത വഴികളാണ്. അവിടെയെല്ലാം കരങ്ങൾ പിടിക്കാനായിട്ട് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ ഇന്നും ജീവിക്കുന്നു. കാരണം അത് കർത്താവ് ഒരുക്കിയതായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തലമുറ അതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ആ ഒരു രീതിയല്ല വേണ്ടത്. ഈശോയോട് ചേർന്ന് യാത്ര ചെയ്യണം. ഈശോയോട് ചേർന്ന്. ഇപ്പോൾ കർത്താവിനെ അറിയില്ല, ഈശോയെ അറിയില്ല എന്ന് വിചാരിക്കുക. ഭാര്യ കർത്താവിനെ അറിയണം. അങ്ങനെ അറിഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഈശോയെ അറിയാൻ പറ്റും. ആ വ്യക്തി ഈശോയുമായിട്ട് സന്തോഷത്തോടെ ഈ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവാത്മാവിൻ്റെ ഒരു ഇടപെടലുണ്ടാകും. അങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് മനുഷ്യർ മാറുന്നത്. മാറ്റപ്പെടലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെയും പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു തിരുവചന ഭാഗം കൂടെ നമുക്ക് നോക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 7-ാം അധ്യായത്തിൽ 39-ാമത്തെ തിരുവചനം അതിങ്ങനെയാണ് പറയുന്നത്: ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യയുടെ വിവാഹബന്ധം നിലനിൽക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവനെ ഭർത്താവായി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണമെന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് വീണ്ടും ഒരു ആനുകൂല്യം പോലെ നമുക്ക് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഭാര്യ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ ബന്ധം നിലനിൽക്കുന്നു. ഒരാൾ മരിച്ചു പോയാൽ
മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കാം. അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ഒരു മകനെയോ മകളെയോ ആയിരിക്കണം. അങ്ങനെ ജീവിതം കഴിക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ജനറേഷനൊക്കെ ആ ഒരു തരത്തിൽ ഒന്ന് ചിന്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളായ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും അനുയോജ്യരായ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ പരിശുദ്ധാത്മാവെ യുവതലമുറയെ അവിടുന്ന് സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ 1 വർഷം 2 വർഷമൊക്കെ ഒരാളുടെ കൂടെ, ഒരു പെണ്ണിൻ്റെ കൂടെ, ഒരു ചെറുക്കൻ്റെ കൂടെയൊക്കെ നടന്നിട്ട് ജീവിതത്തിലുള്ള ഈ നമുക്ക് അരുതാത്ത പല കാര്യങ്ങളിലൂടെയെല്ലാം നമ്മൾ യാത്ര ചെയ്ത് അശുദ്ധരായി തീർന്നിട്ട് പിന്നൊരു വിവാഹബന്ധത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നിർമ്മലമായ ഒരു കാര്യമാണ് വിവാഹബന്ധമെന്ന് പറയുന്നത്. അത് കർത്താവാണ് ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അശുദ്ധതയ്ക്ക് സ്ഥാനമില്ല. അപ്പോൾ അശുദ്ധമായത് നമ്മുടെ ഒന്നും ജീവിതത്തിൽ, വരും തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുവചനത്തിൻ്റെ അനന്തമായ ശക്തി ലോകം മുഴുവനുള്ള സകല കുടുംബങ്ങളുടെ മേലും ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ തൃക്കരങ്ങളിൽ കുടുംബങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.